വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കാൻ സബ് കളക്ടർ ആൽഫ്രഡ് സ്ഥലത്തെത്തി. ഇന്ന് സമാധി സ്ഥലം പൊളിക്കും. പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളും കൂടി ഉണ്ടാകും. സ്ഥലത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. അതേസമയം സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം പറഞ്ഞു. വിവരങ്ങളുമായി പ്രദീപ് പാറശാലി ചേരുന്നു. പ്രദീപ, എന്തായാലും ഇന്നലെയായിരുന്നു കല്ലറ പൊളിക്കുമെന്നെല്ലാം കേട്ടിരുന്നത്. ഇന്നലെ അത് നടന്നില്ല. വിശദമായ പോലീസിന്റെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും നടക്കുക എന്നുള്ളതെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് സംഘവും സബ് കളക്ടറും അടക്കം സ്ഥലത്തെത്തിയിരിക്കുന്നു. എപ്പോഴത്തേക്ക് കല്ലറ പൊളിച്ചു തുടങ്ങും? കാളിദാസ്, കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ദുരൂഹതകളാണ് ഇവിടെ ഓരോ ദിവസം കഴിയുന്നതോറും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഹൈന്ദവ സംഘടനകളെ കുറിച്ച് നേതാക്കൾ ഇവിടെ എത്തുകയും ഇത്തരത്തിൽ പെട്ടെന്ന് കല്ലറ തുറക്കേണ്ട ആവശ്യമില്ല എന്നും അത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള നടപടിയാണ് കൃത്യമായിട്ട് ചെയ്തത് എന്നുള്ള ആരോപണങ്ങളുമായി ഉന്നയിച്ചതോടെയാണ് ഇവിടെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും സർക്കാർ കൂടുതൽ നല്ലൊരു നടപടിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ തന്നെ കൃത്യമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സബ് കളക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ കല്ലറ പൊളിച്ച് വേണ്ട പരിശോധന നടത്താനുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പ്രതിഭ, അതേപോലെ തന്നെ കുടുംബം സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നും കേൾക്കുന്നു. കുടുംബത്തിന്റെ ആ ഒരു പ്രതിഷേധം കൂടി അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ കുടുംബത്തിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മറ്റ് 2 മക്കളും മരുമകളും അടങ്ങുന്നവരാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധവുമായി ഈ വീടിന് മുന്നിൽ തന്നെ നിലനിർത്തുന്നത്. കൂടുതൽ ഹൈന്ദവ സംഘടന ആൾക്കാരും കൂടി അവരുടെ ഭാഗത്തേക്ക് എത്തിയതാണ് പോലീസിനെ കൂടുതലായി വഷളാക്കുന്ന ഒരു നടപടിയായിരിക്കുന്നത്. എന്തായാലും പൂർണ്ണ നിയമ നടപടികളോടെ തന്നെ ഇന്ന് കല്ലറ പൊളിച്ച് അതിനുവേണ്ട നടപടികൾ തുടങ്ങുമെന്നാണ് ശക്തമായ ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ നിന്ന് സബ് കളക്ടറുടെ ഭാഗത്തു നിന്ന് മറ്റ് പോലീസ് അധികാരികളുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്ന നിലവിൽ.